dear students, അപ്പം കെമിസ്ട്രിയിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കെമിസ്ട്രി ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. സോ യെസ് ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം 1 to 9 ഒരു ക്ലാരിറ്റി കുറവില്ലാത്ത കാര്യമാണ്, സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോ 1 2 3 4 എന്ന് കാണുവാണെങ്കിൽ, ഓക്കെ 1 2 3 4 എന്ന് കാണുവാണെങ്കിൽ അവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇനി 6 9 3 എന്ന് കണ്ടാലോ? യെസ് 3 ആയിരിക്കും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത്. ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ്, നമുക്ക് ക്ലാരിറ്റി കുറവുള്ളത് അവിടുത്തെ കാര്യമാണ്, യെസ് 0ന്റെ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഞാൻ കുറച്ച് സ്ലോ ആക്കാൻ പോവാണ്. കാരണം എന്താണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 0നെ പറ്റിയിട്ടാണ്. അപ്പം 0 നമുക്ക് ചെറിയൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് വരുന്നത്? 0 ഇൻ ബിറ്റ്വീൻ വരുന്നു. അതായത് ലെറ്റ്സ് സേ 406 എന്ന് വരുന്നു. 406 എന്ന് വരുവാണ്. 0 ഇൻ ബിറ്റ്വീൻ 4ന്റെയും 6ന്റെയും ഇൻ ബിറ്റ്വീൻ വരുവാണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. സോ ഇവിടുത്തെ നമ്പർ എത്രയായിരിക്കും? യെസ് 3 ആയിരിക്കും ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ. ഇനി ലെറ്റ്സ് സേ 4006 വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ 2 0യും സിഗ്നിഫിക്കന്റ് ആണ്. സോ നമുക്ക് എഴുതാം 4 ആണ് ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസസ്. ഇനി അഗൈൻ 400006 വന്നു. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എത്ര സീറോസ് ഉണ്ടോ ഇതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ആഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. 1 2 3 4 5 പിന്നെ 6ഉം ഓക്കെ 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വരുന്നത് 7 ആയിരിക്കും ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കേസ് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ വരുവാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ 0 വരുന്നതെങ്കിൽ, ലെഫ്റ്റ് സൈഡിൽ 0 വരുവാണെന്നുണ്ടെങ്കിൽ അത് ഡെസിമൽ ആയിക്കോട്ടെ, ഡെസിമൽ ഇല്ലെങ്കിൽ പോലും അതെന്തല്ല, അത് സിഗ്നിഫിക്കന്റ് അല്ല. മനസ്സിലായോ? ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ, നമ്മുടെ നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് 0 വരുന്നതെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് അല്ല. ഇനി റൈറ്റ് സൈഡ് വരുവാണെങ്കിൽ ചെറുതായിട്ട് എഗെയിൻ ഒരു ക്ലാസിഫിക്കേഷൻ വരുവാണ്, ഡെസിമൽ ആൻഡ് നോൺ ഡെസിമൽ. നമ്മുടെ 0 വരുന്നത് വിത്ത് ഡെസിമൽ ആണെങ്കിൽ, റൈറ്റ് സൈഡിലാണോ വിത്ത് ഡെസിമൽ ആണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. ക്ലിയർ ആയല്ലോ? വിത്ത് ഡെസിമൽ ആണെങ്കിൽ. ഇനി ഡെസിമൽ ഇല്ലെങ്കിലോ അതൊരിക്കലും സിഗ്നിഫിക്കന്റ് അല്ല. അതുപോലെ തന്നെ പവർ ആയിട്ട് വരുവാണെങ്കിലും അതെന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു വാല്യൂവിന്റെ പവർ പറയും 10 to the power 23 എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് 0. ക്ലിയർ അല്ലേ? സോ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? 0 ബിറ്റ്വീൻ വരുവാണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ, നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് അല്ല. അത് ഡെസിമൽ ഉണ്ടെങ്കിലും ഡെസിമൽ ഇല്ലെങ്കിലും അത് സിഗ്നിഫിക്കന്റ് അല്ല. ഇനി നെക്സ്റ്റ് റൈറ്റ് സൈഡ് പറയുവാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് സൈഡിൽ 0 വിത്ത് ഡെസിമൽ വരുവാണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. അതിന് ഡെസിമൽ ഇല്ലാതെ വരുവാണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് അല്ല. ഇനി കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് നമുക്ക് നോക്കി നോക്കാം. സോ ലെറ്റ്സ് സേ 359.8 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ 0 ഇല്ല. സോ ഡെഫിനറ്റ്ലി ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 4 ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? 4 ആണ് അവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. കൂടുതൽ ക്ലാരിറ്റിയുടെ ആവശ്യമില്ല. നെക്സ്റ്റ് കേസ് 5602.02. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 5622. ഇതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഇനി അവിടെ ക്ലാരിറ്റി കുറവുള്ളത് ആരെ കുറിച്ച് മാത്രമാണ്? 0 ആണ്. 0 ഇവിടെ നോക്കുവാണെങ്കിലോ ഇൻ ബിറ്റ്വീനാ വരുന്നത് അല്ലെ? ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിലോ യെസ് റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലാണ് വരുന്നത് 0 വിത്ത് ഡെസിമൽ, അതും സിഗ്നിഫിക്കന്റ് ആണ്. സോ ടോട്ടൽ സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ് ഇവിടെ വരുന്നത് 6 ആണ്. നെക്സ്റ്റ് കേസ് നോക്കാം. 0.09003. ഓക്കെ, 9ഉം 3ഉം കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ തന്നെ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി ഈ 2 സീറോസോ 2 നമ്പറിന്റെയും ഇൻ ബിറ്റ്വീൻ വരുന്നത് വാലിഡ് ആണ് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 4 ആണ് ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ നമ്പർ. കാരണം എന്താണ്? ഇതൊക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിൽ ഡെസിമൽ ഉണ്ടെങ്കിലും ഡെസിമൽ ഇല്ലെങ്കിലും അത് കൺസിഡർ ചെയ്യേണ്ട. സോ നമ്മുടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ വരുന്നത് എത്രയാണ്? 4 ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കി നോക്കാം. 0.3000. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിലോ യെസ് 3 ഉണ്ട്. ദെൻ ഡെസിമൽ നമ്പർ കഴിഞ്ഞിട്ട് നമ്പറിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അത് സിഗ്നിഫിക്കന്റ് ആയിരിക്കും. സോ ഇതെന്തായിരിക്കും വരുന്നത്? 4 ആയിരിക്കും ഇവിടുത്തെ ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഈ 0 കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു വാല്യൂ ഇല്ല. നെക്സ്റ്റ് കേസ് പറയുന്നത് 100 എന്ന് പറയുമ്പോൾ ഇവിടെ ഡെസിമൽ ഇല്ല. 1 ഓൾറെഡി സിഗ്നിഫിക്കന്റ് ആണ്. ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് 0നെ പറ്റിയിട്ടാണ്. 0 എന്താണ്? ഡെസിമൽ ഇല്ല. റൈറ്റ് സൈഡിലാണ് വരുന്നത്, പക്ഷെ ഡെസിമൽ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി
നെക്സ്റ്റ് വൺ 0.1200. ഇവിടെ 1ഉം 2ഉം കൺഫ്യൂഷൻ ഇല്ല. 1ഉം 2 എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ്. 00 വരുവാണെങ്കിലോ യെസ് ഡെസിമൽ ആണ്. ഡെസിമൽ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് രണ്ടും സിഗ്നിഫിക്കന്റ് ആണ്. ആൻഡ് ഈ 0യോ അത് സിഗ്നിഫിക്കന്റ് അല്ല. സോ അഗെയിൻ 4 ആയിരിക്കും ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. 6.022 into 10 to the power 23. ഓക്കെ, ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്തത് 622. ഓക്കെ, അപ്പം ഓൾറെഡി 3 ഉണ്ട്. ഇനി നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ 0 സിഗ്നിഫിക്കന്റ് ആണ് അല്ലെ, റൈറ്റ് സൈഡിലാണ്. ഓക്കെ, നമ്പറിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. സോ ഡെസിമൽ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, അത് കുഴപ്പമില്ല, അത് സിഗ്നിഫിക്കന്റ് ആണ്. 10 to the power 23 നമ്മൾ പറഞ്ഞത് സിഗ്നിഫിക്കന്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 4 ആയിരിക്കും ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത്. Then next is 100.0. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 1 സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, then 00.0 അതെന്തായിരിക്കും വരുന്നത്? ഡെഫിനറ്റ്ലി നമുക്ക് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരിക്കും 100.0 എനിക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ ഇസ് ഓക്കെ, കാരണം ഇവിടെ എന്താണ്? യെസ്, വാല്യൂ 1 ആണ് വരുന്നത്. 1ന്റെ റൈറ്റ് സൈഡിലാണ്. ഓക്കെ, 1ന്റെ റൈറ്റ് സൈഡിലാണ് സീറോസ് വന്നിട്ടുള്ളത്. ഡെസിമൽ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നമുക്ക് അതിന് എന്തായിട്ട് എടുക്കാം? സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കാം. ഇനി നെക്സ്റ്റ് കേസ് നോക്കുവാണെങ്കിലോ 0.0009 ഡെഫിനറ്റ്ലി 9 സിഗ്നിഫിക്കന്റ് ആണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിലോ യെസ് ലെഫ്റ്റ് സൈഡിലാണ് അല്ലെ, ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സീറോസ് ഒക്കെ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വാലിഡ് ആയിരിക്കും അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിരിക്കും? അല്ല, സിഗ്നിഫിക്കന്റ് അല്ല. സോ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ വരുന്നത്. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. 7.9 into 10 to the power -3. ഇത് ഓൾറെഡി ഒഴിവാക്കാം, നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഉള്ളത് 7.9 ആണ്. രണ്ടും സിഗ്നിഫിക്കന്റ് ആണ്. സോ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ നമ്പർ എത്രയായിരിക്കും? 2 ആയിരിക്കും വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് 1.0 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 0 സിഗ്നിഫിക്കന്റ് ആണോ? സിഗ്നിഫിക്കന്റ് ആണ്. കാരണം എന്താണ്? യെസ്, നമ്പർ കഴിഞ്ഞിട്ടാണ് വരുന്നത്, റൈറ്റ് സൈഡിലാണ് വരുന്നത്, വിത്ത് ഡെസിമൽ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇത് എന്തായിരിക്കും? സിഗ്നിഫിക്കന്റ് ആയിരിക്കും. സോ 2 ആയിരിക്കും ഇവിടെ വരുന്നത്. നെക്സ്റ്റ് വൺ 4.064. ഇവിടെ എന്താണ്? ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം, എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. സോ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5. സോ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 5 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? സോ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ ആകെ ഒരു ക്ലാരിറ്റി കുറവുള്ളത് 0ന്റെ കേസിലാണ്. 0 ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് സിഗ്നിഫിക്കന്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയൊക്കെ വന്നാലും, വിത്ത് ഡെസിമൽ വിത്തൗട്ട് ഡെസിമൽ എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിന് സിഗ്നിഫിക്കന്റ് അല്ല. ഇനി നെക്സ്റ്റ് കേസ് പറയുന്ന ആള് റൈറ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ വരുമ്പോൾ വിത്ത് ഡെസിമൽ ആണെങ്കിൽ മാത്രമാണ് അത് സിഗ്നിഫിക്കന്റ്. വിത്തൗട്ട് ഡെസിമൽ അത് സിഗ്നിഫിക്കന്റ് അല്ല. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ്, യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വേഗം ചെയ്യുന്നതായിരിക്കും. 5 മിനിറ്റ്സിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ടോപ്പിക്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ കാണണം. സോ വേഗം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മളെ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും പഠിക്കണം എന്നാണ് ആഗ്രഹം. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ കൂടുതൽ വീഡിയോസ് ഞങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കിട്ടും. സോ യെസ് ഗൈസ്, താങ്ക് യു സോ മച്ച്.